ചർച്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അമേരിക്കയെ ചൊടിപ്പിച്ചു ഇറാൻ പ്രതിനിധികൾ എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഖമനേയി വിശ്വസ്തരാണ് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിലുള്ള US പൗരന്മാരോട് എല്ലാവരോടും എത്രയും പെട്ടെന്ന് തിരികെ എത്താൻ, സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള ഒരു ആഹ്വാനം കൊടുത്തതോടുകൂടിയാണ് യുദ്ധമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു ഭീതി ഉടലെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ അറബ് രാജ്യങ്ങൾ എല്ലാവരും അവരുടെ അതിർത്തികൾ സുരക്ഷിതമാക്കി കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. വിമാനങ്ങൾ റദ്ദാക്കപ്പെടും എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും ഇത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറയുന്നത്. വ്യോമപാതകൾ അടയ്ക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ഭീതിയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അമേരിക്ക ഒരു ആക്രമണം തുടങ്ങിവെച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് നേരിട്ട് അമേരിക്കയിലേക്കായിരിക്കില്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കും. അതായത് പ്രത്യേകിച്ച് സൗദി, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഉറപ്പായും ആക്രമണം ശക്തമാക്കും. ഈ ഒരു ഘട്ടത്തിലാണ് അറബ് രാജ്യങ്ങൾ അവരുടെ മേഖല കൂടുതൽ ശക്തമാക്കുന്നത്, കൂടുതൽ സുരക്ഷിതമാക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതിവേഗം വഷളാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ അമേരിക്ക അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. US എംബസി പുറപ്പെടുവിച്ച ഈ പ്രത്യേക അറിയിപ്പിൽ അമേരിക്കൻ പൗരന്മാരോട് US ഗവൺമെന്റിന്റെ സഹായമില്ലാതെ രാജ്യം വിടാനുള്ള പദ്ധതി തയ്യാറാക്കാൻ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലുടനീളം നിലനിൽക്കുന്ന അശാന്തിയും യാത്രാ തടസ്സങ്ങളും കണക്കിലെടുത്താണ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം. വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കാൻ സാധ്യതയുള്ളതിനാൽ പൗരന്മാർ വിമാന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെടണമെന്ന് US ഉപദേശിക്കുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ബദൽ വാർത്താ വിനിമയ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും സുരക്ഷിതമാണെങ്കിൽ കരമാർഗം അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ മാറുന്നത് പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ പുറത്തു പോകാൻ കഴിയാത്തവർ ഭക്ഷണവും വെള്ളവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ വസ്തുക്കൾ ശേഖരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാനും പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും എംബസി അറിയിച്ചു. അമേരിക്കൻ പാസ്പോർട്ട് കാണിക്കുന്നതോ അമേരിക്കയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതോ ഇറാനിൽ ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും കാരണമായേക്കാം എന്നതിനാൽ വലിയ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് എംബസി മുന്നറിയിപ്പ് നൽകുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആക്രമണ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിയത്. 2025 ഡിസംബർ അവസാനം മുതൽ ഇറാനിൽ നടന്ന പ്രതിഷേധത്തെ ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കിയത്. ഇതിന്റെ ഭാഗമായി വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വമ്പൻ കപ്പൽപ്പടയെ ജനുവരി അവസാനം മുതൽ അമേരിക്ക ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ USS എബ്രഹാം ലിങ്കണെ ആക്രമിക്കാനുള്ള ഒരു നീക്കം ഇറാൻ നടത്തിയിരുന്നു. ഇത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ അപ്പോഴും അമേരിക്ക സംയമനം പാലിച്ചു. ഇറാനുമായി ആണവ കരാർ ചർച്ചയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംയമനം പാലിക്കലായിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചകൾ നടക്കാനിരിക്കെ പോലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിക്കുന്നില്ല എന്നുള്ളതാണ് വിവരങ്ങൾ. ഖമനേയിയുടെ വിശ്വസ്തരാണ് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനെ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതായത് ഖമനേയി പറയുന്നത് എന്താണോ അതേ ഈ ചർച്ചയിൽ ഇറാന്റെ പ്രതിനിധികൾ പറയുകയുള്ളൂ. ആ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഖമനേയി അമേരിക്കയോട് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക പറയുന്നത് എന്തും അങ്ങ് അനുസരിക്കാൻ ഇറാനെ കിട്ടില്ല. തങ്ങളുടെ രാജ്യത്തിന് ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം അത് നടക്കും. അതിനെ ചോദ്യം ചെയ്യാനോ അത് നശിപ്പിക്കാനോ അമേരിക്ക തുനിഞ്ഞിറങ്ങിയാൽ മറ്റു നടപടികൾ ഞങ്ങൾക്കും സ്വീകരിക്കേണ്ടി വരും. എല്ലാ കാലത്തും അമേരിക്കയുടെ ഭീഷണി, അമേരിക്കയെ ഭയപ്പെട്ട് കഴിയുന്ന രാജ്യമല്ല ഇറാൻ. ഇറാന് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും അമേരിക്കയെ തിരിച്ചടിക്കാനുമുള്ള എല്ലാ കെൽപ്പുമുണ്ട്. അത് മറന്നു പോകരുത്. ഡൊണാൾഡ് ട്രംപിന് കൃത്യമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ അമേരിക്കയ്ക്ക് കൊള്ളാം എന്നായിരുന്നു ഖമനേയി വെല്ലുവിളി നടത്തിയത്. ആ വെല്ലുവിളികൾക്കൊക്കെ ഇടയിലായിരുന്നു ഖമനേയി കുടുംബത്തോടൊപ്പം ഒളിച്ചിരുന്ന ടണൽ അമേരിക്കയുടെ ചാരന്മാർ കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. പിന്നാലെ ഈ ടണലിന് മുകളിലൂടെ അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ചീറിപ്പായുകയായിരുന്നു. പിന്നാലെയാണ് ഒരു ചർച്ചയ്ക്ക്, അതായത് ആണവ കരാറുമായുള്ള ഒരു ചർച്ചയിലേക്ക് എത്താൻ പോലും ഖമനേയി പച്ചക്കൊടി വീശിയത്. അതായത് തലയ്ക്ക് മുകളിൽ അമേരിക്കൻ പോർ വിമാനങ്ങൾ പറന്നതോടെയായിരുന്നു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഖമനേയി വ്യക്തമാക്കിയത്. എന്നാൽ അപ്പോഴും ഖമനേയി പറയുന്നുണ്ടായിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ
അത് അമേരിക്ക ആവശ്യപ്പെടുകയേ വേണ്ട, അത് ഞങ്ങളുടെ തീരുമാനത്തിനെതിരാണ്. ഞങ്ങളുടെ തീരുമാനം എന്താണോ അതനുസരിച്ചേ കാര്യങ്ങൾ മുൻപോട്ട് പോകൂ എന്ന് ഖമനേയി പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു പുകച്ചിലാണിപ്പോൾ ഒമാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ ട്രംപ് വലിയ രീതിയിൽ ഇപ്പോൾ കലിയിളകി നിൽക്കുകയാണ് എന്നുള്ള ചില വിവരങ്ങളാണ് നിർണായകമായി പുറത്തേക്ക് വരുന്നത്. ഇതിന് പിന്നാലെയാണിപ്പോൾ ഇറാനിലുള്ള US പൗരന്മാരോട് എത്രയും പെട്ടെന്ന് അവിടം വിട്ടു പോകാൻ, സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള ഒരു മുന്നറിയിപ്പും പോയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെയാണ് വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടെന്നും എത്രയും പെട്ടെന്ന് സുരക്ഷിത ഇടങ്ങൾ കണ്ടെത്തണമെന്നും പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രയേലും അമേരിക്കയും ഇറാനുമേൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ ഇറാൻ പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത്. ചർച്ചയിൽ സമവായമില്ലെങ്കിൽ ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമനേയി ദുഃഖിക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസവും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആണവ പദ്ധതിക്കായുള്ള യുറേനിയം ശേഖരണം നശിപ്പിക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ ഉപേക്ഷിക്കുക, മധ്യേഷ്യയിലെ ഭീകരവാദ സംഘടനകളെ സഹായിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടേത് ഇറാന്റെ പരമാധികാരത്തിനുമേൽ കടന്നു കയറാനുള്ള ശ്രമമാണെന്നാണ് ഇറാനിയൻ ഭരണകൂടം പ്രതികരിച്ചത്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മധ്യേഷ്യയാകെ യുദ്ധകലുഷിതമാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാനും അമേരിക്കയും പരസ്പരം അവിശ്വാസം വെച്ചു പുലർത്തുന്നത് സമാധാന ചർച്ചയെ ബാധിക്കുമെന്ന ആശങ്ക തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു. ഇറാനുമേൽ അമേരിക്ക വൈകാതെ വെനസ്വേലൻ മോഡൽ ആക്രമണത്തിന് മുതിർന്നേക്കും എന്നും വിലയിരുത്തലുകൾ ഉണ്ട്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാതെ ഇറാനിയൻ നേതാക്കളെ മാത്രം ഉന്നമിട്ടുള്ള ആക്രമണമായിരിക്കാം അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് വെനസ്വേലയിൽ ഒരു സൈനിക നടപടി നടത്തുമ്പോൾ അമേരിക്ക പ്രത്യേകം ശ്രദ്ധിച്ചത് വെനസ്വേലൻ പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കമായി. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനിലേക്ക് കടക്കുകയാണോ? അതായത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിലില്ല. മറിച്ച് അബ്ബാസ് അരാഗ്ചി, അലി ഖമനേയി തുടങ്ങിയ ഒരു കൂട്ടം നേതാക്കൾ ഈ പറയുന്ന അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരാണ്. അവരെയൊക്കെ ഇല്ലാതാക്കുക, പ്രത്യേകിച്ച് മതഭരണകൂടത്തെ താറടിച്ച് തീർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ നീക്കം. ഖമനേയി ഇറാനിൽ ഇല്ലാതാക്കുക, അയാളെ അവിടെ അശക്തനാക്കുക എന്നുള്ളൊരു നീക്കമാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. സമാധാന ചർച്ച ആദ്യം നടക്കേണ്ടിയിരുന്നത് തുർക്കിയിലായിരുന്നു. ടർക്കിഷ് സർക്കാർ മധ്യസ്ഥത വഹിക്കാമെന്നും തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് വേണ്ടെന്നും ചർച്ച ഒമാനിൽ മതിയെന്നും ഇറാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് അവിടേക്ക് മാറ്റിയത്. തുർക്കിയിലെ ചർച്ചകൾ സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് എന്നിവയുടെ പ്രതിനിധികളും സംബന്ധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെ ഇറാൻ എതിർത്തു. ചർച്ച ഒമാനിൽ നടത്താമെന്നും ഇറാൻ അമേരിക്ക പ്രതിനിധികൾ മാത്രം പങ്കെടുത്താൽ മതിയെന്നും ഇറാൻ നിലപാടെടുക്കുകയായിരുന്നു. ചർച്ചയിൽ സമവായ സാധ്യത വിരളമായതിനാൽ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വീണ്ടും കൂടി തുടങ്ങിയിട്ടുണ്ട്. സംഘർഷമുണ്ടായാൽ അത് ഗൾഫ് എണ്ണയുടെ ഉൽപ്പാദനത്തെയും വിതരണത്തെയും ബാധിക്കുമെന്ന ആശങ്കയാണ് കാരണം. മധ്യേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണത്തിന്റെ മുഖ്യ പങ്കും നടക്കുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാൻ ആകട്ടെ എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിലെ അംഗവുമാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് 1.29% തിരിച്ചു കയറി $68.36 1.31% നേട്ടവുമായി WTI ക്രൂഡ് വില $64.12 ഇരു രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ ഇത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. എന്തായാലും അമേരിക്ക ഒരു കൃത്യമായ നീക്കത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഉത്തരവുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.